ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേറ്റ്സ് വാൾനട്ട് കേക്ക്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി, അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിൽ ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കേക്കാണിത്. പിന്നെ നമുക്ക് ക്രിസ്മസിനൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനും പറ്റിയൊരു കേക്കാണ്. ഞാൻ സാധാരണ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേക്കിൻ്റെ വെയിറ്റ്. അപ്പം മിക്കപ്പോഴും ഞാൻ വെയിറ്റ് നോക്കാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. 1 kg വെയിറ്റിലുള്ള ഒരു കേക്കാണ്. പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക്, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കാതെ അതും കൂടി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഈ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോഴേക്കും ആ ബേക്കിംഗ് പൗഡറൊക്കെ മൈദയായിട്ട് നന്നായിട്ട് ഈവനായിട്ട് മിക്സ് ആയിക്കോളും. ഞാനിവിടെ 2 തവണ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 4 മുട്ടയുടെ വെള്ളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നിടം വരെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വലിയൊരു ബൗളിലേക്ക് 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ അതും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കേക്കിന് നല്ലൊരു ഒരു കാരമലൈസ്ഡ് കളർ, ഒരു നല്ലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് സഹായിക്കും. ഒപ്പം സാധാരണ നമ്മുടെ വെളുത്ത പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ഹെൽത്തി ആണെന്നും പറയാം. പക്ഷെ ചിലർക്കൊന്നും ഈ ബ്രൗൺ ഷുഗറിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചിലപ്പോൾ അവൈലബിളും ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാരണ വെളുത്ത പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 1.25 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെളുത്ത പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പം പൊടിച്ചതിൻ്റെ അളവ് 1.25 കപ്പ് ആയിരുന്നാൽ മതി. അതും ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം 4 മുട്ടയുടെ വെള്ള നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ 4 മുട്ടയുടെ മഞ്ഞയാണിത്. ഞാൻ എങ്ങനെയൊക്കെ വെള്ളയും മഞ്ഞയും വേർതിരിക്കാൻ നോക്കിയാലും മഞ്ഞ ഒന്നിൻ്റെയെങ്കിലും പൊട്ടിപ്പോകും. ഇന്നും 2 എണ്ണത്തിൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയൊക്കെ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വാനില എസൻസിന് പകരമായിട്ട് നമ്മൾ സാധാരണ പ്ലം കേക്കിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പോലെ ഒരല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താലും ഈ കേക്കിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഓറഞ്ച് ജസ്റ്റ് എടുക്കുമ്പം ഓറഞ്ചിൻ്റെ വെള്ള ഭാഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് വരും. അപ്പം അതും ഞാൻ ഇതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു ഫ്രൂട്ട് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു നമ്മുടെ ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരും നമ്മുടെ കേക്കിന്. അപ്പം ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരല്പം പാല് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതും ഇതിലേക്ക് ബീറ്റ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും കൂടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
പിന്നെ കേക്ക് തയ്യാറാക്കി അത്ര പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ബീറ്റർ മാറ്റി വെച്ചിട്ട് ഒരു സ്പാച്ചുലയോ തടിത്തവിയോ ഉപയോഗിച്ചിട്ട് വേണം ഇത് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 3-4 തവണയായിട്ടാണ് ഇത് യോജിപ്പിച്ചെടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഇനി മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ മൈദ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയാൽ അറിയാം കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വയ്ക്കാം. ബാക്കിയൊക്കെ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാൾനട്ടാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് വാൾനട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ചായിട്ട് പല തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം മധുരമുള്ള ഡേറ്റ്സ് അല്ല. അപ്പം ഡേറ്റ്സിന്റെ മധുരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ആദ്യം മധുരം ചേർക്കുന്നത്, അതായത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവും കുറച്ചൊന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ആ ഡേറ്റ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത് നമ്മൾ മുട്ടയുടെ വെള്ള പതപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും കുറച്ചായിട്ട് ചേർത്ത് ഈ സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ മെല്ലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പം മുട്ട വെള്ള ചേർക്കുമ്പം കുറച്ച് ലൂസായിട്ട് വരും ബാറ്റർ. എന്നാലും സാധാരണ കേക്കിൻ്റെ ബാറ്റർ പോലെ അത്ര ലൂസായിട്ടുള്ള ഒന്നല്ല ഇത്, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഇവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവർക്കും തയ്യാറാക്കി എടുക്കാവുന്ന കേക്കാണിത്, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട്. അപ്പം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരല്പം ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പം ഇത് ബേക്ക് ആവാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അങ്ങനെ വരുമ്പം ഈ താഴ്ഭാഗവും സൈഡും ഒക്കെ കുറച്ച് കൂടുതൽ മൂത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. ഇനി 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയുക. അതിനുശേഷം ചൂടായി കിടക്കുന്ന ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രിയിൽ തന്നെ ഒരു 50 മിനിറ്റ് എടുത്തു എനിക്ക് ഈ കേക്ക് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഓവൻ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്നിനനുസരിച്ചിട്ടുമൊക്കെ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കുമ്പം ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. എനിക്കിവിടെ കറക്റ്റ് 50 മിനിറ്റ് ആണ് എടുത്തത്. അപ്പം നിങ്ങളുടേത് ആ ഓവനും അതുപോലെ തന്നെ ഓവൻ്റെ ചൂടിനും ഒക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. ചെറിയൊരു ചൂടുണ്ട് ഇപ്പോഴും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ മാറ്റുമ്പോൾ തന്നെ അറിയാം ഓവറായിട്ട് അങ്ങനെ എന്താ പറയുക കുക്കായി പോയിട്ടോ അല്ലെങ്കിൽ ബ്രൗൺ ആയി പോയിട്ടോ ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. മുറിക്കുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല കറക്റ്റായിട്ടുള്ള ടെക്സ്ചറിലും കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ചൊരു ചൂടോടെ മുറിച്ചത് കൊണ്ടാണ് ഒരു കൂടുതൽ മയം തോന്നുന്നത്. തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം. പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസൊക്കെ കുറേ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഞാനതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യണേ. അപ്പം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.